തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആളില്ലാത്തതിനാൽ ബിജെപി പ്രവർത്തകരോട് ക്ഷോഭിച്ച് സുരേഷ് ഗോപി. നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന ഭീഷണി. വെള്ളിക്കുളങ്ങരയിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം. എന്താണ് ബൂത്തിന്റെ ജോലി? ബൂത്തിന്റെ ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത്? നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാകണ്ടേ? നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കൂ, നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകും. ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. ഒരു താല്പര്യമില്ല. ഭയങ്കര കഷ്ടമാണ് കേട്ടത്. വാഹനത്തിൽ നിന്നും ഇറങ്ങാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരോട് പരസ്യമായി തട്ടിക്കയറുകയായിരുന്നു. തനിക്ക് വോട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ, നിങ്ങളാരും ഇതിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. ഈ രീതിയിലാണ് പ്രവർത്തനം പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതുമാണ് പ്രകോപനത്തിനിടയാക്കിയത്. കാര്യങ്ങൾ ഭയങ്കര കഷ്ടമാണ്. എന്താണ് ബൂത്ത് പ്രസിഡന്റിന്റെ ജോലി? ആളില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ എന്തിനു കൊണ്ടുവന്നുവെന്നും സുരേഷ് ഗോപി രോഷാകുലനായി ചോദിക്കുന്നുണ്ട്. വോട്ട് വാങ്ങിത്തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനെ കണ്ട് പ്രവർത്തിക്കാനും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നു. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് പ്രവർത്തിച്ചു കൊള്ളാമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവർ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തികഞ്ഞ രോഷത്തോടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയും പ്രവർത്തകരും തമ്മിലുള്ള സംഭാഷണം ഉൾപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV.